അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമങ്ങളെ വന്നിടത്തോളം ബോർഡിനെ കുറിച്ച് പരാമർശം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ബോർഡിനെ കുറിച്ചുള്ള പരാമർശം വ്യക്തമാണ്. അതിൽ മാത്രമല്ല ഈ എഫ്ഐആർ രണ്ടാമത്തെ എഫ്ഐആർ പ്രകാരം 8ാം പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 ആണ്. അതായത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സിന് കൃത്യമായി വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർ പ്രതിസ്ഥാനത്ത് നിർത്തി കേസിൽ അന്വേഷണ വിധേയമാകേണ്ടതുണ്ട് എന്ന അന്വേഷണ സംഘത്തിനും കോടതിക്കും വിജിലൻസിനും ബോധ്യമായ സ്ഥിതിക്ക് രാഷ്ട്രീയമായും നിയമപരമായ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. നോക്കൂ മാധു, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഡൽഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വന്നയിടത്ത് വെച്ച് ദേവസ്വം ബോർഡിന് പങ്കുള്ളതായി മറ്റ് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. എത്രമാത്രം സുതാര്യമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നത് ആ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതുവരെ നമ്മൾ നിരന്തരമായി വിവരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തും. കേരളത്തിന്റെ മന്ത്രിമാരും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ CPM-നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരും ഒരു തരത്തിലും സങ്കോചം കൂടാതെ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളെയും നോക്കി പറഞ്ഞിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സുതാര്യമായ അന്വേഷണം, ആ അന്വേഷണം ആറാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ അന്വേഷണ പുരോഗതി കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കൃത്യമായി അറിയിക്കണമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നമ്മുടെ മുമ്പേ നിൽക്കുമ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴാണ്, ഓരോ ദിനവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും കഴിയുമ്പോഴാണ് അന്വേഷണത്തിൽ ആർക്കൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ട്, ആരൊക്കെ കൃത്യമായി ഗ്രഹപാഠം ചെയ്യാതെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ആരൊക്കെ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി ഇതിനകത്ത് വളരെ ക്രിമിനൽ കോൺസ്പിറസി നടത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെ മലയുടെ ഒരറ്റം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഇതിനകത്ത് പല ആളുകളും പല രൂപത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? മുരാരി ബാബുവിനെതിരെ നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഇതേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ വിജിലൻസിന്റെ പരാമർശങ്ങളും അതേ കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കലുമാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 നീതി എന്നുണ്ടോ? അല്ലല്ല മാധു, നമുക്ക് അനുസൃതമായി ഇപ്പോൾ മാതൃഭൂമിക്കും ബഹുമാനപ്പെട്ട മാധുവിനും അനുസൃതമായി ഇതിലെ കാര്യങ്ങൾ നിർവചിക്കാം. എനിക്ക് വേണമെങ്കിൽ എനിക്ക് അനുസൃതമായി ഈ കാര്യങ്ങൾ നിർവചിക്കാം. ഇവിടെ ഇരിക്കുന്ന മറ്റ് പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് അവരവർക്ക് ഇതിനകത്തെ കാര്യങ്ങൾ നിർവചിക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ദേവസ്വം ബോർഡ് അടിവരയിട്ട് പറയുകയാണ് 2019 ദ്വാരപാലക ശില്പ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുകയാണ്. ആ വാക്ക് മുഖവിലക്കെടുത്താണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രൂപത്തിലുള്ള കൃത്രിമം ദ്വാരപാലക ശില്പത്തിന്റെ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്നോ? അല്ല, അനുമതി നൽകിയിട്ടില്ല എന്നാണ് അടിവരയിട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അന്വേഷണത്തിലൂടെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് പുറത്തു വരേണ്ടത്. അതല്ല, അതിനെ ഇവർ പറയുന്നത് കള്ളമാണ്, ഇവര് നവീകരണ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്ററി എവിഡൻസ് പുറത്ത് വരുന്നത് വരെ നമ്മൾ ഇവർ പറയുന്നതിനകത്തല്ലേ നിൽക്കാൻ കഴിയുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുള്ള മുരാരി ബാബു എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു തരത്തിലും ഒരു സങ്കോചവുമില്ലാതെ പറഞ്ഞു, ചെമ്പുപാളികളാണ് ഞങ്ങൾ നവീകരണത്തിനായി കൊടുത്തയച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണ റിപ്പോർട്ട് പുരോഗതിയുടെ അടിസ്ഥാനത്തിലും വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വരുന്നത്? അതങ്ങനെയല്ല. സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ ആർക്കോ വേണ്ടി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കള്ളം പറഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്ന
ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഭാഗം അന്വേഷണത്തിന്റെ ഏതെങ്കിലും ശകലം എടുത്തു വെച്ചിട്ട് അതാണ് ഇതിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന രൂപത്തിൽ ഇതാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം. ഇതിൽ ശകലം ഒന്നുമില്ല. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്ന 10-24 പേജുകൾ മുഴുവനും വായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അല്ല, മാധു പറയുന്നത് തെറ്റാണ്. ഞാൻ പറയാം. 6 ആഴ്ച കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. ശ്രീ ഡി സുരേഷ് കുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെഡിങ്ങിൽ അവരുടെ ആ ലെറ്ററിൽ തുടങ്ങുന്ന റിപ്പോർട്ട് വിശ്വസ്തയോടെ സുനിൽകുമാർ വി IPS സൂപ്രണ്ട് ഓഫ് പോലീസ് സമർപ്പിക്കുന്നു എന്ന് വരെയുള്ള ഒപ്പുവെച്ച പേജ് വരെ 24 പേജുകൾ എന്റെ കൈവശമുണ്ട്. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ന് ഈ റിപ്പോർട്ടിന്റെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ഇതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിൽ കൃത്യമായ ഗൂഢാലോചന വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ FIRൽ 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇത് പൂർണ്ണ രൂപമല്ല. 6 ആഴ്ച കഴിഞ്ഞാലേ ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരികയുള്ളൂ എന്ന് അങ്ങ് പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാധു, ഭാഗികമായ റിപ്പോർട്ടിന്റെ ഭാഗം മാത്രം വെച്ചുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഭാഗികമാണെന്ന് അങ്ങ് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എത്ര പേജുണ്ട്? അല്ല, ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാനത് കണ്ടിട്ടില്ല. വളരെ അല്ല, കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് 6 മാസമാണ് അന്വേഷണ പരിധി 6 ആഴ്ചയാണ് അന്വേഷണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇടക്കാലമായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ട് വെച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ്. എന്റെ കൈവശം ഇരിക്കുന്ന അങ്ങ് കണ്ടിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത റിപ്പോർട്ട് ഭാഗികമാണെന്ന് അങ്ങ് പറയുന്നതിന്റെ അടിത്തറ എന്താണ്? അതൊരു കടുത്ത ആരോപണമായി പോയല്ലോ ശ്രീ സുനിൽകുമാർ. അല്ല, അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് അന്വേഷിക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, 2 ആഴ്ചയിലൊരിക്കൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ പ്രശ്നം വിജിലൻസിന്റെ റിപ്പോർട്ടാണ്, SITയുടെ റിപ്പോർട്ട് എന്ന് അങ്ങ് പറയുന്നു. അതാണ് പ്രശ്നം. അല്ലല്ല, വിജിലൻസിന്റെ റിപ്പോർട്ടായിരുന്നാലും ശരി, SITയുടെ റിപ്പോർട്ടായിരുന്നാലും ശരി, ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയെ കൊണ്ടുള്ള അന്വേഷണമായിരുന്നാലും ശരി, ഈ അന്വേഷണങ്ങൾക്കൊന്നും ഒരിക്കലും വിഘ്നം നിൽക്കുന്നതിനുള്ള പ്രവണതയല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മറിച്ചും ചോദിക്കുന്നത് പ്രേക്ഷകരിൽ, വിശ്വാസികളിൽ, കേരളത്തിലെ ജനങ്ങളിൽ ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു, പരമാധികാരം പൂർണ്ണ രൂപമല്ല എന്റെ കൈവശമിരിക്കുന്ന രേഖ എന്ന ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതോ ഈ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൻ പ്രകാരം പോലീസ് എടുത്തിരിക്കുന്ന, അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന 2 FIRകളിൽ 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെ പ്രതിയാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഭാഗികമാണ് എന്ന് പറയുന്നതാണോ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? മാധു, ആങ്കറുടെ പരമാധികാരം പ്രയോജനപ്പെടുത്തി എനിക്ക് പരമാധികാരമില്ല. വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രവണത അതൊട്ടും ശരിയായ കാര്യമല്ല. ഇവിടെ ഇപ്പം വളരെ നിർണായകമായ ഒരു കേസിന്റെ വിവരത്തെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന പ്രതിയെ ചേർത്തതും അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പ്രതികളുടെ നിരപരാധിത്വം തെളിയിക്കലുമല്ല എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ ഡ്യൂട്ടി അതല്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് നമുക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിന് വ്യഗ്രത കാണിക്കണം നമ്മൾ? ആ അന്വേഷണത്തിന്റെ പൂർണ്ണത പുറത്തു വരട്ടെ. ഇന്നിപ്പോൾ നിങ്ങൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ അന്വേഷണം നടക്കട്ടെ, പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പൂർണ്ണ വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ മറയ്ക്കാനോ ഒളിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? പിന്നെ ഒരു കാര്യം പിന്നെ ഇവിടെ ബാക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നെ, ഇടതുപക്ഷത്തെ സർക്കാരിനെ ഇരുട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. ഞാൻ അടിവരയിട്ടത് ഉറപ്പായി പറയുന്നു, പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ചില ആളുകളെയെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയതും സംശയിച്ചതും തെറ്റായി പോയി എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ എനിക്ക് ആവർത്തിച്ച് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, പൂർണ്ണ രൂപം പുറത്തു വരും എന്ന് ശ്രീ സുരേഷ് കുമാർ പറയുന്നത് അന്വേഷണത്തിന്റെ SITയുടെ അന്വേഷണത്തെ കുറിച്ചാണ്. SITയുടെ അന്വേഷണത്തെ കുറിച്ച് ഞാനിവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജിലൻസ് SP ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം എടുത്ത മൊഴികളുടെയും ശേഖരിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിജിലൻസ് SP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം വെച്ചുകൊണ്ടാണ്. ഇതൊന്നും ഞങ്ങളുടെ ആരോപണങ്ങളോ ഇതൊന്നും മാധ്യമങ്ങൾ സർക്കാരിനെ ഇരുട്ടിൽ നിർത്താൻ വേണ്ടി പുറത്തു കൊണ്ടുവന്ന വാദങ്ങളോ അല്ല. 24 പേജുകളിൽ ഇതിന്റെ ഓരോ പ്രധാനപ്പെട്ട സെന്റൻസുകൾക്കടിയിലും നമ്മൾ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ 24 പേജുകളിൽ കുറ്റം എണ്ണി പറഞ്ഞ, അഴിമതി എണ്ണി പറഞ്ഞ, അച്ചടക്കമില്ലായ്മ എണ്ണി പറഞ്ഞ, കർത്തവ്യ പ്രശ്നം എണ്ണി പറഞ്ഞ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം ഇനി പുറത്തു വരാനില്ല. ഇതിന്റെ പൂർണ്ണ രൂപം ഇനി പുറത്തു വരാൻ ഇല്ല. ഇനി പുറത്തു വരേണ്ടത് അന്വേഷണം ആരംഭിച്ച SITയുടെ റിപ്പോർട്ടാണ്. SITയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് ബാക്കിയാവുകയും ചെയ്യാം.